ഹായ് ഓൾ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇങ്ങനെ വി ലുക്കപ്പ് ഫങ്ഷൻ വർക്ക് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം രണ്ട് ഡാറ്റ ഷീറ്റ്. ഒന്ന് വർക്ക് ഫയലാണ്, രണ്ടാമത്തത് മാർക്ക് ഷീറ്റ്. അതായത് നമ്മൾ ബേസിക്കലി വി ലുക്കപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡാറ്റയിൽ നിന്ന്, അതായത് ഒരു ടേബിൾ ഓഫ് അറേ, അതിൽ നിന്ന് പെർട്ടിക്കുലർ റോയോ കോളോ നമുക്ക് റിട്ടേൺ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ആ ഡാറ്റയെ ലുക്കപ്പ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ വി ലുക്കപ്പ് സ്പെസിഫിക്കലി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സിമ്പിൾ എക്സാമ്പിൾ. ഈ മാർക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡാറ്റ ഷീറ്റാണ്. ഓക്കെ, ഈ കംപ്ലീറ്റ് ഡാറ്റ ഷീറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഈ വർക്ക് ഷീറ്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ മാർക്ക് റിസൾട്ട് എന്നത് ഈ ഡാറ്റ ഷീറ്റിൽ നിന്ന് നമുക്ക് മാനുവലി ടൈപ്പ് ചെയ്യാതെ, അതായത് ഇവിടെ പോയിട്ട് ഇങ്ങനെ നോക്കിയെടുക്കാതെ ജസ്റ്റ് സിമ്പിളായിട്ട് ഇവിടെ റിട്ടേൺ ചെയ്യിപ്പിക്കണം. പക്ഷേ അപ്പോൾ ഇതിലിപ്പോൾ രണ്ട് ഫയലിലും സ്പെസിഫിക് ആയിട്ട് ഒരു കീ വേണം. അതായത് കീ മീൻസ് യുണീക്കായിട്ട് രണ്ട് ഫയലുള്ളത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ നമ്പർ എന്നത് ഒരു യുണീക്കാണ്, ഇവിടെയുണ്ട്. ഇതേ നമ്പർ എന്ന കോളം നമുക്ക് ഇവിടെയും കാണാം, ബി എന്ന ഇതിൽ ഇവിടെയും ഷീറ്റിലും കാണാം, ടേബിളിലും കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ നമ്പേഴ്സ് എന്ന യുണീക്ക് ഉപയോഗിച്ചിട്ട്, അതായത് ഇത് രണ്ട് ഷീറ്റിലുണ്ട് നമ്പർ എന്ന യുണീക്ക്, ഈ രണ്ട് നമ്പർ എന്ന യുണീക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ മാർക്കിനും റിസൾട്ടും ഈ ഡാറ്റയിൽ നിന്ന് മാർക്ക് എന്ന പറയുന്ന ഷീറ്റിൽ നിന്ന് ഇങ്ങോട്ട് കോൾ ചെയ്യാൻ പോകാം. ഓക്കെ, സോ ഇത് സിമ്പിളാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, യുണീക്ക്, അതായത് വി ലുക്കപ്പിൻ്റെ ഫംഗ്ഷൻ നമ്മൾ വർക്ക് ചെയ്തെടുക്കാം. ഈക്വൽ ടു വി ലുക്ക് അപ്പ്, ദെൻ ഓപ്പൺ ബ്രാക്കറ്റ്. നിങ്ങൾക്ക് കാണാം ഇവിടെ വി ലുക്കപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ യുണീക്ക് കീ എന്ന നമ്പർ ഇവിടെയും നമ്പറാണ്, അവിടെയും നമ്പറാണ്. ഓക്കെ, കോമ നമ്മൾ സെലക്ട് ചെയ്തു, കോമ. ഇത് നമ്മൾ ആ അറേ സെലക്ട് ചെയ്ത് കൊടുക്കുക, അതായത് ആ ടേബിൾ അറേ എന്താണ്, ഓക്കെ, B2 4 കോമ. ഇനി നമുക്ക് എത്രാമത്തെ കോളാണ് റിട്ടേൺ ചെയ്തിട്ടുള്ളത്, 1 2 3 മാർക്ക് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കോമ 3 മാർക്ക് എന്ന് കൊടുക്കുക, എന്നിട്ട് 0 ക്ലോസ് ബ്രാക്കറ്റ്. ദാറ്റ്സ് ഇറ്റ്. സി, that is displayed here. ഇത്ര സിമ്പിളാണ് വി ലുക്കപ്പ്. ഓക്കെ, എന്നിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. സോ കഴിഞ്ഞു. ഇതേ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റിസൾട്ട് ഉണ്ട്, ഡാറ്റ ഷീറ്റിൽ നിന്ന് റിസൾട്ട് ഉണ്ട്. ഈ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് കോൾ ചെയ്യണം. ഓക്കെ, സിമ്പിൾ. ഈക്വൽ ടു PL ലുക്കപ്പ്. ഓക്കെ, ഓപ്പൺ ബ്രാക്കറ്റ്. ഇവിടെ ലുക്കപ്പ് വാല്യൂ, അതായത് യൂണിക്കോൾ അതാ B2 ക്ലിക്ക് ചെയ്തു, അറേ ഏതാണ്, സെലക്ട് ചെയ്തു, ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ റിട്ടേൺ ചെയ്യിപ്പിച്ച വാല്യൂ 3 ആയിരുന്നു, അതായത് മാർക്കായിരുന്നു. നമുക്ക് ചെയ്യേണ്ടത് റിസൾട്ടാണ്. അപ്പോൾ 1 2 3 4. ഓക്കെ, നാലാമത്തെ കോളം. അപ്പോൾ നാലാമത്തെ കോളം ചെയ്തു, 0. സോ അപ്പോൾ ഇവിടെ റിട്ടേൺ ആയി. ഓക്കെ, that's it. It's very easy and very convenient. Okay, if anybody needed to know more about Excel, VLOOKUP, HLOOKUP, അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റീച്ച് മീ, ഐ വിൽ ഹെൽപ്പ് യു.